ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തത് എഫ് ഒരു സ്മൂത്ത് സ്കേലാർ ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എനി ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ ഡി എഫ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡി എഫ് ഇസ് ഓൾവേസ് ഡിഫറൻഷ്യൽ വൺ ഫോം ഓഫ് എഫ്, അല്ലെങ്കിൽ എഫിൻ്റെ ഒരു ഡിഫറൻഷ്യൽ വൺ ഫോമാണ്, അല്ലെങ്കിൽ സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ വൺ ഫോമാണ് ഡി എഫ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡി എഫിനെ നമുക്ക് പറയാൻ പറ്റുന്നത് എക്സാക്റ്റ് എന്നാണ് ഈ കേസിൽ. ഇപ്പോൾ ജനറലി നമുക്ക് ഈ റിസൾട്ടോട് പറയാൻ പറ്റുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഏത് ഡിഫറൻഷ്യൽ വൺ ഫോം എടുത്തു കഴിഞ്ഞാലും, എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ വൺ ഫോം ആയിരിക്കണം, ഡി എഫ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു നെസസറി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എക്സാക്റ്റ് ആണോ ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ റിസൾട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ആൽഫ ഒമേഗ ഈസ് ഈക്വൽ ഒമേഗ എനി ഡിഫറൻഷ്യൽ വൺ ഫോം. If this is not equal to 0, you can easily prove that you can easily conclude that omega is not exact. കാരണം എപ്പോഴെങ്കിലും ഈ ഇൻ്റഗ്രൽ ഇതൊരു ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് കർവാണ്, പാരാമീറ്ററൈസ്ഡ് കർവാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് കർവ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ് ഈ ഡിഫറൻഷ്യൽ വൺ ഫോമിന് കിട്ടുമെങ്കിൽ ആ ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ വൺ ഫോം ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺട്രാ പോസിറ്റീവായിട്ട് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ 2, നമ്മൾ ഈറ്റ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം ഡിഫൈൻ ചെയ്യും. അത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് R2 - 0 എന്നുവെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള യു എന്ന് പറയുന്ന സബ്സെറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ RN+ ഉണ്ട് സബ്സെറ്റ് എന്ന് പറയുന്നതാണ്. ഇവിടെ നിന്ന് അല്ലെങ്കിൽ ക്രോസ് R2 ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഡിഫൈൻ ചെയ്ത ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം നമുക്ക് തന്നിരിക്കുന്നത് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈറ്റ ഓഫ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി പി സം വി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, പി ഈസ് എ വെക്റ്റർ, ഇത് കൺസിഡർ ചെയ്യുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈറ്റ ഓഫ് സം A1 A2 എന്ന് പറയുന്നത് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ്. V1 V2 എന്ന് പറഞ്ഞാൽ V1 V2 തന്നെ നമുക്ക് ഏതാണ് വി എന്ന് പറയുന്ന വെക്ടർ V1 V2 ആണ്. അപ്പോൾ ഇനി ദിസ് ഇസ് ദ വെക്ടർ പാർട്ട് വി. ഈറ്റ ഓഫ് പി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരും, വി എന്ന് പറയുന്നത് R2 നിന്ന് വരും. ഈറ്റ് ഓഫ് പി വി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും വിക്ക് പകരം നമ്മൾ ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ 2 ഉപയോഗിക്കുന്ന X1 X2 ആണ്. അപ്പോൾ നമുക്കത് X1 X2 തന്നെ എഴുതാം. അതർവൈസ് യു കൻ റൈറ്റ് V1 V2 തന്നെ എഴുതാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈറ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈറ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് x2 ഡിവൈഡഡ് ബൈ x1² പ്ലസ് x2² dx1 പ്ലസ് x1 ഡിവൈഡഡ് ബൈ x1² പ്ലസ് x2² dx2 ആണ്. ഇതൊരു ഡിഫറൻഷ്യൽ വൺ ഫോം ആണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യുന്ന ഈ x1 x2 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ x1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്കെയിലാർ ഫംഗ്ഷനാണ്. അത് x1 ഓഫ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു A1 A2 അല്ലെങ്കിൽ x1 ഓഫ് സം A1 A2 എന്ന് പറയുന്നത് A1 ആയിരിക്കും. x2 ഓഫ് A1 A2 എന്ന് പറയുന്നത് A2 ആയിരിക്കും, നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ x1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ xi എന്ന് പറയുന്നത് R2-ൽ നിന്ന് ആറിലേക്കുള്ള ഒരു സ്കെയിലാർ ഫംഗ്ഷൻസ് ആണ്. x1 എന്ന് പറയുന്നത് സ്കെയിലാർ ഫംഗ്ഷനാണ്, x2 എന്ന് പറയുന്നത് സ്കെയിലാർ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്. ഓക്കെ, ഒരു എഫ് എന്ന് തന്നെ വിളിക്കാം. ഇനി നമുക്കറിയാം ഇത്തരം x1ൻ്റെ dx1 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ വൺ ഫോമാണ്. അപ്പോൾ dx1 ഒരു ഡിഫറൻഷ്യൽ വൺ ഫോമാണ്, ഇതൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് ഒരു ഡിഫറൻഷ്യൽ വൺ ഫോമാണ്. അതേപോലെ തന്നെ ഇതും ഒരു സ്കെയിലാർ ഫംഗ്ഷനാണ്, ഇപ്പോൾ g എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി ഇത് dx2 എന്ന് പറയുന്നത് ഈ x2ൻ്റെ ഒരു ഡിഫറൻഷ്യൽ വൺ ഫോമാണ്. അപ്പോൾ ഈ പറയുന്ന സ്കെയിലാർ ഫംഗ്ഷൻ g ഇൻറ്റു dx2 എന്ന് പറയുന്നതും ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം ആയിരിക്കും. സം എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം ആയിരിക്കും.
ആ പറയുന്ന ക്വാണ്ടിറ്റിയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈറ്റ ഓഫ് പി വി എങ്ങനെ ഇവാലുവേറ്റ് എന്ന് വെച്ചാൽ ദിസ് ഓഫ് നമ്മൾ എന്ത് എഴുതണം, A1 A2 V1 V2 എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഈ A1 A2 V1 V2 എന്ന് പറയുന്നത് ഇത് ദിസ് കറസ്പോണ്ട്സ് ടു പി, ദിസ് കറസ്പോണ്ട്സ് ടു പി. ഇത് വാലുവേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് പി ടൈംസ് dx1 ഓഫ് ദിസ് ഹോൾ ക്വാണ്ടിറ്റി. അതുപോലെ ദിസ് ഓഫ് പി, എഫിന് പകരം ഇവിടെ ജി ആണെങ്കിൽ ജി ഓഫ് പി വാലുവേറ്റ് ചെയ്യുക ടൈംസ് dx2 ഓഫ് ദിസ് വെക്റ്റർ. അപ്പോൾ അതൊരു നമുക്ക് ഈ പറഞ്ഞ ലീനിയാരിറ്റി ഉപയോഗിച്ച് ഈ പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം ആണെന്ന് മനസ്സിലാക്കാം. അത്തരത്തിലൊരു ഡിഫറൻഷ്യൽ വൺ ഫോം ആണ് എക്സാമ്പിൾ 2 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ 2 നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈറ്റ എന്ന് പറയുന്നത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് R2 നമ്മളൊരു എന്താ പറയുക, ഒരു R2-0, ഇതിൻ്റെ ഡൊമൈൻ R2-0 ആയതുകൊണ്ട് R2-0 ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ ക്ലോസ്ഡ് കർവ് കൺസിഡർ ചെയ്യും. കാരണം ക്ലോസ്ഡ് കർവ് എടുത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് എടുക്കണം. ആ ക്ലോസ്ഡ് കർവ് നമ്മൾ എടുക്കുന്ന ഒരു എലിപ്സാണ്. ഓക്കെ, ഒരു എലിപ്സാണ് നമ്മൾ ക്ലോസ്ഡ് കർവായിട്ട് ചൂസ് ചെയ്യുന്നത്. ആ എലിപ്സ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, x1 സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഡിവൈഡ് ബൈ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതൊരു സി ആണ് ആക്ച്വലി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സിയുടെ ഒരു ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ കൺസിഡർ ചെയ്യും. അപ്പോൾ എലിപ്സിൻ്റെ ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അത് a cos t b sin t ആണ്. ഈ പറയുന്ന സർക്കിളിൻ്റെ പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഡിഫറൻസ് ഈ പറയുന്ന എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും സെയിം ആവണം നിർബന്ധമില്ല എന്നുള്ളതാണ് എലിപ്സിൻ്റെ കേസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൽഫ ഓഫ് ടി എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ എലിപ്സിൻ്റെ എന്ത് കണ്ടെത്താൻ പറ്റും, ഈ പറയുന്ന ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററൈസ്ഡ് കർവാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രൽ ഓവർ സി ഈറ്റ എന്ന് പറയുന്ന ഇവാലുവേറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ സി ഈറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇൻ്റഗ്രൽ ഓവർ ആൽഫ എൻ എന്ന് പറയുന്നതാണ്. അത് 0 അല്ലെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന സി എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമൈൻ R2-0 ഒരു ക്ലോസ്ഡ് കർവായിരിക്കും, അല്ലെങ്കിൽ ക്ലോസ്ഡ് പ്ലെയിൻ കർവായിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഈറ്റ ചെയ്യുമ്പോൾ 0 കിട്ടും ഉറപ്പായിട്ടും. എങ്ങനെയാണെങ്കിൽ ഈറ്റ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആണെങ്കിൽ. അപ്പോൾ 0 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഇത് എക്സാക്റ്റ് അല്ലെന്നാണ്. അതാണ് കോൺട്രാപോസിറ്റീവ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആൽഫേനെ നമുക്ക് ആൽഫയുടെ ഈ പറയുന്ന ലിമിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0 to 2π. ഇനി ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് ടി ഡി ടി, ഇതാണ് ഈ ഇൻ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് ടി എന്ന് പറയുന്നത്, ആൽഫ ഡോട്ട് ടി എന്താണെന്ന് നമുക്കറിയാം. ഈറ്റ ഓഫ് ദാറ്റ് ഈസ് ദ ടാൻജൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ ഓഫ് ടി ആണ്. അപ്പോൾ ഇത് ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന പോയിന്റിൽ അവിടുത്തെ ആൽഫ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് അസൈൻ ചെയ്യും. അപ്പോൾ ആൽഫ ഓഫ് ടി ഇതാണ് a cos t b sin t ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് a cos ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -a sin t വരും. പിന്നെ b cos ടിയുടെ ഡെറിവേറ്റീവ് b sin ടിയുടെ ഡെറിവേറ്റീവ് b cos t വരും. ഇതാണ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന പോയിന്റിൽ ആൽഫ ഡോട്ട് ടി അസൈൻ ചെയ്യുന്ന വെക്റ്റർ. അപ്പോൾ ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈറ്റ ഓഫ് ദിസ് ക്വാണ്ടിറ്റി വാലുവേറ്റ് ചെയ്യുക? അപ്പോൾ ഈ ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന സമയം A1, A2 ആയിരിക്കും കേട്ടോ. ആൽഫ ഓഫ് ടി ഇസ് എ പോയിന്റ് ഓൺ സി ആണ്. അപ്പോൾ ഇതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ A1 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ A1 എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാം a cos t, b sin t ആണ്. അപ്പോൾ a cos t b sin t അസൈൻ ചെയ്യുന്ന വെക്റ്ററാണ് ഈ പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് ടി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈറ്റ ഓഫ് A1, A2, V1, V2 എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ദിസ് ഓഫ് ദ പോയിന്റ് A1, A2 എന്ന് വെച്ചാൽ ആൽഫ ഓഫ് ടി, ഇവിടുത്തെ കേസ് ആൽഫ ഓഫ് ടി ആണ്. സോ ദിസ് ഓഫ് അവിടെ എഴുതിയിരിക്കുന്നത് ദിസ് ഓഫ് ആൽഫ ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യണം, dx1 ഓഫ് ആൽഫ ഡോട്ട് ടി ഇവാലുവേറ്റ് ചെയ്യണം, പ്ലസ് ദിസ് ഓഫ് ആൽഫ ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യണം, dx2 ഓഫ് ആൽഫ ഡോട്ട് ടി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് -x2 ഓഫ് ആൽഫ ഓഫ് ടി, x2 ഓഫ് A1, A2 എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ x2 ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് ടിയുടെ സെക്കൻഡ് കമ്പോണൻറ്റ്. ആൽഫ ഓഫ് ടിയുടെ സെക്കൻഡ് കമ്പോണൻറ്റ് അറിയാനായിട്ട് ആൽഫ ഓഫ് ടി എന്താണെന്ന് നോക്കിയാൽ മതി. അത് a cos t b sin t ആണ്. അപ്പോൾ
ബി സൈൻ ടി എഴുതും ഡിവൈഡഡ് ബൈ x1 സ്ക്വയർ. x1 സ്ക്വയർ എന്ന് വെച്ചാൽ എ കോസ് ടിയുടെ സ്ക്വയർ. ഓക്കെ, x1 ഓഫ് a1 a2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്പോണൻറ്റ് എടുത്തരാം. അപ്പോൾ x1 ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് ടിയുടെ ഫസ്റ്റ് കമ്പോണൻറ്റ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, പ്ലസ് x2 സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കമ്പോണൻറ്റ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. ദാറ്റ് ടൈംസ് dx1 ഓഫ് ആൽഫ ഡോട്ടാണ്. dx1 ഓഫ് ആൽഫ ഡോട്ട് എങ്ങനെ എവാലുവേറ്റ് ചെയ്യാം? dx1 ഓഫ് ആൽഫ ഡോട്ട് എന്താണ്? എ കോസ് ടി ബി സൈൻ ടി മൈനസ് എ സൈൻ ടി ബി കോസ് ടി. അപ്പോൾ dx1 ഓഫ് ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് ആൽഫ ഡോട്ടിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ് തരുന്നുള്ളതാണ്. അപ്പോൾ ആൽഫ ഡോട്ടിൻ്റെ വെക്റ്റർ പാർട്ടിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ്. അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കാം. dx1 ഓഫ് വി എന്ന് പറയുന്ന വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്താണ്? v1 എന്ന് പറയുന്ന ഫസ്റ്റ് കമ്പോണൻ്റാണ്. ഓക്കെ, അപ്പോൾ വിയുടെ ഫസ്റ്റ് വെക്റ്റർ വി എന്ന് പറയുന്നത് പി കോമ v1 v2 ആണെങ്കിൽ ഈ v1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് dx1 ഓഫ് വി തരാം. ഈ dx1 ഓഫ് വി എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് del x1 ഡോട്ട് വി എന്ന് പറയുന്ന വെക്റ്റർ ആയിരിക്കും. അതിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന വെക്റ്റർ പാർട്ടിൽ ആദ്യത്തെ കമ്പോണൻറ്റ് അതാണ് മൈനസ് എ സൈൻ ടി, പ്ലസ് ഇതേപോലെ തന്നെ x1 ഓഫ് ആൽഫ ഓഫ് ടി, അതായത് ഫസ്റ്റ് കമ്പോണൻറ്റ്. പിന്നെ താഴെ x1 സ്ക്വയർ സെയിം ആണ്, താഴത്തെ ക്വാണ്ടിറ്റി സെയിം ആണ് നേരത്തെ ഇതേപോലെ തന്നെ. പിന്നെ dx2 ഓഫ് ആൽഫ ഡോട്ട് ടി, dx2 ഓഫ് ആൽഫ ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ ആൽഫ ഡോട്ടിലെ വെക്റ്റർ പാർട്ടിൻ്റെ രണ്ടാമത്തെ കമ്പോണൻറ്റ്, ദാറ്റ് ഇസ് ബി കോസ് ടി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ബി ഡിവൈഡ് ബൈ എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഡി ടി വരും. ഇനി ഈ പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മീൻസ് ഇതിനെ കോസ് സ്ക്വയർ ടി കൊണ്ട് മുകളിലും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതിനെ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ടി എഴുതുക, ഇതിന് മൊത്തത്തിൽ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ടി എഴുതുക. അപ്പോൾ ന്യൂമറേറ്ററിൽ ഈ പറയുന്ന ദിസ് ഇസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി, എ സ്ക്വയർ കോസ് സ്ക്വയർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയും എ സ്ക്വയർ കോസ് സ്ക്വയർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എ ക്യാൻസൽ ചെയ്ത് പോയി ബി ബൈ എ ടൈംസ് സി സ്ക്വയർ ടി വരും. താഴെ ഈ ടൈം ക്യാൻസൽ ചെയ്ത് പോയി 1 ആവും. ഇതിൽ ഒരു എ ക്യാൻസൽ ചെയ്ത് പോയി ബി ബൈ അല്ലെങ്കിൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, സോറി ക്യാൻസൽ ചെയ്ത് പോലെ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ടൈംസ് സൈൻ സ്ക്വയർ ടി ബൈ കോസ് സ്ക്വയർ ടി, അത് ടാൻ സ്ക്വയർ ടി വരും, ഡി ടി വരും. ഈ പറയുന്ന ക്വാണ്ടിറ്റി 0 to 2π ആയിരുന്നത് നമുക്ക് 4 times 0 to π/2 എഴുതാം. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും ഇതൊരു ഈവൺ ഫംഗ്ഷനാണ്, എല്ലാത്തിൻ്റെ സ്ക്വയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ പറയുന്നതൊക്കെ മൈനസ് വെച്ച് റീപ്ലേസ്, ടീനെ മൈനസ് വെച്ച് റീപ്ലേസ് ചെയ്താലും ഇതിന് മാറ്റം സംഭവിക്കില്ല. അപ്പോൾ ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഹോൾ 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പകരം 0 to π/2 ഇൻ്റഗ്രേറ്റ് ചെയ്ത് 4 times എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിനെ 4 times ദിസ് ക്വാണ്ടിറ്റി എഴുതാം. ഇനി ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ബി ബൈ എ ഹോൾ സ്ക്വയർ ബി ബൈ എ ടാൻ ടി എന്ന് പറയുന്നതിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഇൻ്റഗ്രലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ ഇൻ്റഗ്രൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് ഒക്കെ എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് 2π എന്ന് വാലുവേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻ്റഗ്രൽ ഓവർ ആൽഫ ഈറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 2π ആണ്. എന്ന് വെച്ചാൽ ഇതെന്തല്ല, 0 അല്ല. അതുകൊണ്ട് തന്നെ ഈറ്റ എന്ന് പറയുന്നത് എന്തല്ലെന്ന് പറയാൻ പറ്റും, ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ പക്ഷേ അടുത്ത ഇതിൻ്റെ ഒരു റിമാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് എക്സാക്റ്റ് അല്ലെങ്കിലും ഇതിൻ്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളിവിടെ R2-0 എന്ന് പറഞ്ഞ ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യുമ്പോഴല്ലേ ഇത് എക്സാക്റ്റ് അല്ല എന്ന് കിട്ടിയത്. ഈ R2-0 എന്ന് പറയുന്ന ഡൊമൈനിന് പകരം നിങ്ങൾ ഇവിടെ നമ്മൾ ഇതായിരുന്നു നമ്മുടെ R2-0 എന്ന് പറയുന്ന ഡൊമൈൻ. ഇതിൽ നമ്മൾ ഒരു റേ നമ്മൾ കൺസിഡർ ചെയ്യാം, ഏതെങ്കിലും ഒരു റേ 0 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന റേ കൺസിഡർ ചെയ്യാം. ഈ റേ ഈ R2-0 എന്ന് ഒഴിവാക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഈ റേ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി പോർഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ഈ പറയുന്ന ഡിഫറൻഷ്യൽ വൺ ഫോം ഈറ്റ എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈറ്റ എന്ന് പറയുന്നതിന് നമുക്ക് സം ഡി ഓഫ് സംതിങ് എന്ന് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റേ നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ തന്നെ ഒബ്വിയസ്ലി വി കനോട്ട് ടേക്ക് ദിസ് എലിപ്സ്. ഈ എലിപ്സ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആവുന്നത് ഈ റേ നമ്മൾ ഒഴിവാക്കിയാൽ വി കനോട്ട് ടേക്ക് എലിപ്സ് ആസ് എ ക്ലോസ്ഡ് വൺ. ഓക്കെ, ക്ലോസ്ഡ് അല്ലാത്തൊരു കർവായിട്ട് മാറും. അപ്പോൾ ഈ എക്സാമ്പിളൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ്. അപ്പോൾ ഈ R2-0 എന്നൊരു റേ മൊത്തത്തിൽ ഒഴിവാക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ പറയുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു റേ ഒഴിവാക്കി
ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വരും. ഓക്കെ, മൊത്തത്തിലുള്ള ഭാഗങ്ങൾ. ഈ റേയുടെ ഭാഗം മാത്രം നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു റേ മൊത്തം ഇതിന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഹോൾ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് ഒരു സെമി ലൈൻ അല്ലെങ്കിൽ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഒഴിവാക്കിയ പോലെ ഇരിക്കും, സീറോയും ഒഴിവാക്കിയ പോലെ ഇരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഡൊമൈനിൽ കൊണ്ടുവന്നാൽ ഇതൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യലാവും എന്നുള്ള റിമാർക്കാണ് ഈ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ച് തിയറം 3 വരാം. തിയറം 3 ആണ് നമുക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു റെസ്ട്രിക്ഷൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ റെസ്ട്രിക്ഷൻ കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സർക്കിളിൽ അല്ലെങ്കിൽ S1 എന്നാണ് നമ്മൾ അതിൻ്റെ സർക്കിൾ എന്ന് വിളിക്കുക. അതാണ് ഈ പറയുന്നത് S1 എന്ന് പറയുന്ന ഈ സർക്കിളാണ്. ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു യൂണിറ്റ് വെക്ടർ വി കൺസിഡർ ചെയ്യണം. എന്നുവെച്ചാൽ വി എന്ന് പറയുന്നത് നോം വി ഈക്വൽ ടു 1 ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അല്ലെങ്കിൽ വി എന്ന് പറയുന്നതിന് നമുക്ക് വി ഈസ് ഈക്വൽ ടു v1, v2 എഴുതാൻ പറ്റും. സച്ച് ദാറ്റ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇത്തരത്തിലുള്ളൊരു യൂണിറ്റ് വെക്റ്റർ ഇവിടെ R2 കൺസിഡർ ചെയ്താൽ യു കൺസിഡർ ഓൾ ദോസ് വെക്റ്റേഴ്സ് ആർ വി സച്ച് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആർ എന്ന് പറയുന്ന റിയൽ നമ്പർ എടുത്തിട്ട് ഈ വിയുടെ എല്ലാ മൾട്ടിപ്പിളും എല്ലാ നോൺ നെഗറ്റീവ് മൾട്ടിപ്പിളും കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് വിൽ ലൈ ഓൺ ദിസ് റേ. അതായത് ഈ റേയിലുള്ള ഈ ഡോട്ടഡ് റേയിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും ഈ പറയുന്ന സെറ്റ്. ഇപ്പോൾ ഈ പറയുന്ന സെറ്റിന് നമ്മൾ ഒരു നെയിം കൊടുത്ത് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ടെക്സ്റ്റിൽ വിളിച്ചിരിക്കുന്ന സിമ്പിൾ എന്നോ അല്ലെങ്കിൽ ഈ സെറ്റിനെ ടെക്സ്റ്റിൽ വിളിക്കുന്ന ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് വി എന്നാണ്. അപ്പോൾ വി സ്റ്റാൻഡ്സ് ഫോർ ദിസ് റേ. ഓക്കെ, സോ ഇഫ് വി കൺസിഡർ this v is in fact the domain R2 minus this. Instead of R2 minus 0 we consider R2 minus this set. ഇതിനെയാണ് നമ്മൾ ടെക്സ്റ്റിൽ വി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈറ്റനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. സോ വി കൺസിഡർ ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി. ഓക്കെ, സോ ദിസ് ഈസ് ഫ്രം വി ടു ആർ. ഇതിൻ്റെ ഡൊമൈനിൽ ഈ റേയിലുള്ള പോയിൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ R0 ആണെങ്കിൽ അത് ഒറിജിൻ വരും. അപ്പോൾ ഒറിജിൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഡോട്ടഡ് ലൈനിൽ എല്ലാ പോയിൻറ്റും ഈ പറയുന്ന എലിപ്സാണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എലിപ്സ് എങ്കിൽ, അതായത് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന എലിപ്സാണ് ഈ പറയുന്നതെങ്കിൽ, ഈ എലിപ്സ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ എലിപ്സിൽ നിന്ന് ഒരു പോയിന്റ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ റേയിൽ വരുന്ന പോയിന്റ്. കാരണം നമ്മുടെ ഡൊമൈനിൽ നിന്ന് ഈ റേയിലുള്ള എല്ലാ പോയിന്റും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി സിൻസ് ദിസ് റേ ഇന്റർസെക്ട് വിത്ത് ദിസ് ellipse at this point, then we can remove that point from the domain. So domainil ee paranja point illa, adonde തന്നെ we cannot consider this this ellipse as closed parameterized curve lying on our domain. Okay, അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലുള്ള ഇൻ്റഗ്രേഷൻ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യും ഈ ഡൊമൈനിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള ഈ റേ ഒഴിവാക്കിയിട്ടുള്ള R2 മൈനസ് ദിസ് എന്ന് പറയുന്ന ഡൊമൈനിൽ ഈ ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി എന്നാണ് എന്ന് വിളിക്കുക. അതൊരു ഡിഫറൻഷ്യൽ വൺ ഫോമാണ്. അല്ലെങ്കിൽ ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി ക്യാൻ ബി റിട്ടൺ ആസ് സം ഡി ഓഫ് സംതിങ് എഴുതാം. ദാറ്റ് സിമ്പിൾ ദാറ്റ് സ്കെയിലർ ഫംഗ്ഷൻ ഗോയിങ് ടു ബി തീറ്റ വി എന്നാണ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുക. DF എന്നൊക്കെ പറഞ്ഞ പോലെ, DF എന്നൊക്കെ എഴുതുന്ന പോലെ തീറ്റ വി എന്ന് വിളിക്കാം. തീറ്റ വി എന്താണെന്നുള്ളത് നമ്മൾ മാത്രം ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തീറ്റ വി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇതിലുള്ള ഏത് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും, അതായത് തീറ്റ വി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വി ഡിഫൈൻ തീറ്റ വി ഫ്രം അവർ ഡൊമൈൻ വി ടു ആർ. eventually we will prove that this d theta v is equal to eta restricted to v. So first we have to define theta v. Okay, എന്താണ് തീറ്റ വി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏത് വെക്റ്റർ അല്ലെങ്കിൽ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ലെറ്റ് തീറ്റ വി ഡിനോട്ട് യൂണീക്ക് റിയൽ നമ്പർ വിത്ത് 0 ലെസ് ദാൻ തീറ്റ വി ലെസ് ദാൻ 2π സച്ച് ദാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു വി കൺസിഡർ ചെയ്യാം. ഓക്കെ, സപ്പോസ് ദിസ് വി ബിലോങ്സ് ടു അവർ വി. ഓക്കെ, അപ്പോൾ ഈ വിയിലെ ഒരു മെമ്പറെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വി എന്ന് പറയുന്ന ആൾക്കൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ഈ വി എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നത്. അപ്പോൾ
ഇ വി ആയിട്ട് കോയിൻസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനൊരു സിമ്പിൾ മാറ്റി കൊടുക്കാം. തൽക്കാലത്തേക്ക് നമുക്കൊരു വി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വി കൺസിഡർ ആർബിട്രറി പോയിന്റ് ആസ് എക്സ് കോമ വൈ. ഏതെങ്കിലും ഒരു എക്സ് കോമ വൈ ഓക്കെ ബിലോങ്സ് ടു വി. ഫസ്റ്റ് വി ടേക്ക് എനി എക്സ് കോമ വൈ ബിലോങ്സ് ടു ഡൊമൈൻ ക്യാപിറ്റൽ വി. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ് വൈയുടെ ഇമേജ്, അതായത് തീറ്റ വി ഓഫ് എക്സ് വൈ എന്താണെന്നാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യുന്നത് ഈ എക്സ് വൈ എന്ന് പറയുന്ന ഏത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലും വി ക്യാൻ കൺസിഡർ എ ലൈൻ ഫ്രം എക്സ് വൈ ടു ഒറിജിൻ ടു ദിസ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇതിനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ആർഗ്യുമെൻറ്റ്, ഈ പറയുന്ന എക്സ് വൈക്ക് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ് കൺസിഡർ ചെയ്യുക എക്സ് ആക്സിസ് എന്നുള്ള ആംഗിളാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഈ പറയുന്ന നമ്മൾ ഒഴിവാക്കിയ റേ ഉണ്ടല്ലോ, വി മെഷർ ആംഗിൾ ഫ്രം ദിസ് റേ ടു ദിസ് പോയിന്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന ആംഗിൾ എന്താണോ ആ ആംഗിളിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കാൻ പോകുന്നത്, ഈ പറയുന്ന തീറ്റ വി ഓഫ് എക്സ് വൈ ആയിട്ട് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ക്വാണ്ടിറ്റി ഇസ് ഗോയിങ് ടു ബി തീറ്റ വി ഓഫ് എക്സ് വൈ. തീറ്റ വി ഓഫ് എക്സ് വൈ ഇസ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് എക്സ് വൈ മെഷറിങ് ഫ്രം ദിസ് റേ. ഓക്കെ, ഈ റേയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ് വൈയുടെ ആർഗ്യുമെൻറ്റ് എന്താണോ അതിനാണ് തീറ്റ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഓൾജിബ്രൈക്കലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന വിയുടെ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കും. നമ്മൾ ഓൾറെഡി ഒരു വി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന റേയും എല്ലാം കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വി കൺസിഡർ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. ദെൻ ദിസ് വി ഹാസ് എ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ വി നമ്മൾ യൂഷ്വൽ കൺസിഡർ ചെയ്യുന്ന എക്സ് ആക്സിസ് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവും. ആ ആർഗ്യുമെൻ്റ് ആണ് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്നത്. ആ ആർഗ്യുമെൻറ്റ് കൺസിഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ വി എന്ന് പറയുന്നത് S1 മെമ്പറാണ്, ചില സർക്കിളിലെ മെമ്പറാണ്. സർക്കിളിലെ ഏത് മെമ്പറെ കിട്ടിക്കഴിഞ്ഞാലും വിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കോസ് ഓഫ് സംതിങ് സൈൻ ഓഫ് സംതിങ് എഴുതാൻ പറ്റും. ഓക്കെ, കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതുന്ന പോലെ. അപ്പോൾ ഇവിടെ എഴുതുന്ന ക്വാണ്ടിറ്റി ഒരു ആർഗ്യുമെൻ്റ് ആണ്. അത് ആരുടെ ആർഗ്യുമെൻ്റ് ആണ്? വിയുടെ ആർഗ്യുമെൻ്റ് ആണ്. ആ വിയുടെ ആർഗ്യുമെൻറ്റ് നമ്മൾ കോസ് തീറ്റ വി സൈൻ തീറ്റ വി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ this typical v belongs to capital V can be expressed as cos theta v, sin theta v. ആ പറയുന്ന തീറ്റ വി എന്ന് പറയുന്നതാണ് ശരിക്കും എന്ത്, ഈ പറയുന്ന വിയുടെ ആർഗ്യുമെൻറ്റ്. ആ വിയുടെ ആർഗ്യുമെൻറ്റിൽ നമ്മൾ വേണം മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദിസ് തീറ്റ വി സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ വി ലെസ് ദാൻ 2π എന്ന് പറയാൻ പറ്റും. കാരണം സർക്കിളിൽ ഏത് പോയിന്റ് എടുത്താലും ഇത്തരത്തിലുള്ള ഒരു, അല്ലെങ്കിൽ ഇതിലുള്ള ഏത് വി നിങ്ങൾ കൺസിഡർ ചെയ്താലും ഈ പറയുന്ന തീറ്റ വി ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവെല്ല മെമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ തീറ്റ വി ഓഫ് ദിസ് തീറ്റ ക്യാപിറ്റൽ വി ഓഫ് ഇത് ക്യാപിറ്റൽ വി ആണ്, ഇത് സ്മോൾ വി ആണ് കേട്ടോ. ഈ സ്മോൾ വി സ്റ്റാൻഡ്സ് ഫോർ ദിസ് പോയിന്റ് ഓൺ ദി സർക്കിൾ. ഓക്കെ, അതേസമയം ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന വൺ ഫോമാണ്. ആ വൺ ഫോമിൻ്റെ നൊട്ടേഷനാണ് തീറ്റ റെസ്ട്രിക്റ്റഡ് ടു വി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്കെയിലർ ഫംഗ്ഷൻ കിട്ടണ്ടേ, അതിനുവേണ്ടിയാണ് ഈ വി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്, ഈ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന വി ആണ്. ഈ ദിസ് വി, ദിസ് ലോവർ കേസ് വി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. ആ വിനെയാണ് നമ്മൾ തീറ്റ വി. അപ്പോൾ ഇതും നിങ്ങൾ നൊട്ടേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തീറ്റ വി എന്ന് പറയുന്നത് ഈ സ്മോൾ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, സോ ആ ആർഗ്യുമെൻ്റ് എല്ലായ്പ്പോഴും 0 to 2π ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അത് ഉപയോഗിച്ച് നമ്മൾ തീറ്റ വി ഓഫ്, ഇതൊരു ഫംഗ്ഷനാണ്, തീറ്റ വി ഓഫ് എനി എക്സ് വൈ, ഈ പറയുന്ന റേ ഒഴിവാക്കിയിട്ടുള്ള എവിടെയുള്ള ഏത് എക്സ് വൈ എടുത്താലും എങ്ങനെയാണ് തീറ്റ വി ഓഫ് എക്സ് വൈ പറയാമെന്നുള്ളതാണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, തീറ്റ വി എന്ന് പറയുന്നത് ഇതിൻ്റെ ആർഗ്യുമെൻ്റാണ്. ആരുടെ? എക്സ് വൈയുടെ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ എക്സ് വൈയുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് വൈയുടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സ് വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതുപോലെ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്താൽ ഇത് എക്സ് വൈയുടെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ക്ലിയർ? എക്സ് വൈ ഒരു പോയിന്റ് ആണെങ്കിൽ എക്സ് വൈയുടെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടറാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ യൂണിറ്റ് വെക്ടർ ഉറപ്പായിട്ട് എവിടെ ഉണ്ടാവും? S1 ഉണ്ടാവും. അപ്പോൾ S1 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന യൂണിറ്റ് വെക്ടറിലേക്കുള്ള
ഒരു ആംഗിൾ മെഷർ ചെയ്യാം, അതാണ് ഈ ആംഗിൾ. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് കോസ് ഓഫ് സംതിങ് കോമ സൈൻ ഓഫ് സംതിങ്. വെച്ചാൽ ഈ യൂണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് വൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഈ പറയുന്ന സർക്കിളിലെ പോയിൻ്റായിട്ട് കാണാൻ പറ്റും. ആ സർക്കിളിലെ പോയിൻ്റായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സർക്കിളിലെ പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ അത് അവിടേക്കുള്ള ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യും, ഈ പറഞ്ഞ തീറ്റ വി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തീറ്റ വി ഉണ്ട്, അവിടെ നിന്ന് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ഇത് ആർഗ്യുമെൻ്റ് ഓഫ് എന്താണ് ഈ പറയുന്ന തീറ്റ ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ. നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണെന്നാണ്. ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതായത് ഇഫ് വി കൺസിഡർ ദിസ് ഇസ് ഈക്വൽ ടു സം ടി ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സം ടി ആൻഡ് വി ഡിഫൈൻ ദിസ് ടി ഇസ് ഈക്വൽ ടു തീറ്റ വി ഓഫ് എക്സ് വൈ. അപ്പോൾ ഈ ടി എങ്ങനെ മെഷർ ചെയ്യണമെന്ന് കൂടെ പറയണ്ടേ. ടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആർഗ്യുമെൻ്റ് ആണ്. സോ ടി ഷുഡ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ദാറ്റ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ വി. ഈ തീറ്റ വി എന്ന് പറയുന്നത് ഈ പറയുന്ന വെക്റ്റർ വിയുടെ ആർഗ്യുമെൻറ്റ്, ആ ആർഗ്യുമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആ ആർഗ്യുമെൻറ്റിൽ നിന്ന് മെഷർ ചെയ്യണം. അതിനും പിന്നെ ഇതിനിടയ്ക്കായിരിക്കണം തീറ്റ വി പ്ലസ് 2π എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള തീറ്റ വി പ്ലസ് 2π എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ടി ആയിരിക്കണം. ആ ടി ആണ് എവിടെ എഴുതേണ്ടത്, ഈ പറയുന്ന ആർഗ്യുമെൻ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആ ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ് വൈയുടെ ഇമേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ് വൈയുടെ ഇമേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന ആംഗിളാണ്. ഈ ആംഗിളും ഈ ആംഗിളെല്ലാം സെയിം ആണ് കേട്ടോ. അത് ഇവിടെ നിന്ന് മെഷർ ചെയ്യണം. അപ്പോൾ ഏത് പോയിന്റ് ഇവിടെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു റേ കൺസിഡർ ചെയ്യണം, എന്നിട്ട് ഇവിടെ നിന്ന് മെഷർ ചെയ്യണം ദിസ് ആംഗിൾ. ഓക്കെ, അതേസമയം ഇവിടെ കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ നിന്ന് ഒരു റേ നമ്മൾ കൺസിഡർ ചെയ്യണം, എന്നിട്ട് ഇവിടെ നിന്ന് അത് എങ്ങനെ മെഷർ ചെയ്യണം, ഇങ്ങനെ മെഷർ ചെയ്യണം. ഇങ്ങനെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസാണ് എവിടെ ആ എക്സ് വൈകളുടെ, അല്ലെങ്കിൽ ഇത് x1 y1 ആണെങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പറയുന്നത് ഈ ഇത്രയും അല്ലെങ്കിൽ ഈ റേയിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആംഗിൾ. ഓക്കെ, ഇതൊരു x3 അല്ലെങ്കിൽ x2 y2 ആണെങ്കിൽ അതും ഈ പറഞ്ഞ സർക്കിളിൽ കൂടെ നിങ്ങൾ മെഷർ ചെയ്താൽ മതി, എവിടെ വരെ, ഈ പറയുന്ന റേ വരെ. അങ്ങനെ മെഷർ ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്താണ്, അതാണ് തീറ്റ വി ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, തീറ്റ ഓഫ് വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് ദ നമ്പർ സാറ്റിസ്ഫൈഡ് by the equation x square plus y square comma y divided by root of x square plus y square that can be expressed as cos of theta v of xy comma sin theta v of xy. അല്ലെങ്കിൽ എക്സ് വൈയുടെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടറിനെ കോസ് തീറ്റ സൈൻ തീറ്റ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്താണോ ആ ആംഗിളാണ് എന്തായിട്ട് എക്സ് വൈയുടെ ഇമേജ് ആയിട്ട് പറയുന്നത്. സോ ദിസ് തീറ്റ വി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീറ്റ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് മാപ്സ് എക്സ് വൈ ഓക്കെ ടു ആർഗ്യുമെൻ്റ് ഓഫ് എക്സ് വൈ. ആർഗ്യുമെൻ്റ് ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് ഇങ്ങനെ വേർഡ്സിൽ എഴുതാം. മെഷേർഡ് ഫ്രം ഓക്കെ മെഷേർഡ് ഫ്രം തീറ്റ വി. തീറ്റ വി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ആർഗ്യുമെൻ്റ് ഉണ്ടാവും, നമ്മൾ ഈ പറഞ്ഞ ഒഴിവാക്കിയ റേ ആണത്. ആ റേയിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആർഗ്യുമെൻ്റ് എന്താ, മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആർഗ്യുമെൻ്റ് എന്താണോ അതാണ് തീറ്റ വി മാപ്പ് ചെയ്യുന്ന എക്സ് വൈയുടെ ഇമേജ്. ഓക്കെ, ദെൻ യു ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ് ഈ ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി അല്ലെങ്കിൽ വിയിലെ പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദ ഡൊമൈൻ ഓഫ് ഈറ്റ ഇസ് വി ഓർ ആസ് ഫാർ ആസ് വി ഈസ് കൺസേൺഡ് this eta can be written as d of theta v. ഓക്കെ, അതുകൊണ്ട് പ്രൂവ് ചെയ്താൽ വി ആർ ഡൺ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി അത് പ്രൂവ് ചെയ്യുക, ഡി ഓഫ് തീറ്റ വി എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ഇവാലുവേറ്റ് വാട്ട് ഇസ് ഡി തീറ്റ വി. ഓക്കെ, ഡി തീറ്റ വി ഈസ് നത്തിങ് ബട്ട് നമ്മളിതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഏത് ഡി എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്ത ലാസ്റ്റ് തിയറത്തിൽ അല്ലെങ്കിൽ കൊറോളറിയിൽ ഡി എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഡി എക്സ് വൺ പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഡി എക്സ് ടു. എനി ഡി എഫ് ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് വൺ. സോ ഇൻ പർട്ടിക്കുലർ ഹൗ ടു റൈറ്റ് ഡി തീറ്റ വി. ഓക്കെ, ഡി തീറ്റ വി ക്യാൻ ബി റിട്ടൺ ആസ് ഡോ തീറ്റ വി ഡിവൈഡഡ് ബൈ ഡോ എക്സ് വൺ ടൈംസ് ഡി എക്സ് വൺ പ്ലസ് ഡോ
theta v divided by dou x2 times dx2. Okay, now we evaluate these two quantities, dou theta v by dou x1, dou theta v by dou x2. അത് എവിടെ നിന്ന് കിട്ടുക? അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ എക്സ്പ്രഷനിൽ നിന്നാണ്. കാരണം തീറ്റ വിയും എക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫ്രം ദിസ് ഇക്വേഷൻ വി evaluate this dou theta v by dou x1. Okay, so we consider this equation. To evaluate this. Okay, so what is d theta v by dx1? For that we rewrite this equation as x1 divided by square root of x1 square plus x2 square. അത് y നെ നമ്മൾ xy നെ നമ്മൾ x1 x2 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. So we will get this x1 by root of x1 square plus x2 square is equal to cos of theta v of x1 comma x2. Okay. Similarly x2 divided by y എന്ന് പറയുന്നത് x2 ആണ്, square root of x1 square plus x2 square നമ്മൾ എന്തെഴുതും, sin of theta v of x1 x2 എഴുതും. Then from this you can write what is tan theta, sin theta, sin of this divided by cos of this, that is tan of theta v of x1 comma x2 നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, that is the quotient of these two. Okay, അപ്പോൾ sin by cos എന്നല്ലേ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x2 by x1 എഴുതാം. So from this equation you can get theta v of x1 x2. What is theta of x1 x2? That is tan inverse of x2 by x1. അപ്പോൾ ഇവിടെ നമുക്ക് ഈസിലി ഇവാലുവേറ്റ് ദിസ് ഡോ തീറ്റ വി ബൈ ഡോ x1. ആക്ച്വലി ഇതിനെ വിത്ത് റെസ്പെക്ട് x1 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഗിവ് ഡോ തീറ്റ വി ഡിവൈഡഡ് ബൈ ഡോ x1 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് x2 by x1 whole square into derivative of x2 by x1. That is നമ്മൾ x2 നെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. So 1 by x1 derivative, that is minus 1 by x1 square ആണ്. So simplify this. Simplify ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടേം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ x1 1 plus x2 square by x1 square വരും. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മുകളിലൊരു x1 square divided by x1 square plus x2 square ഉണ്ടാവും, times minus x2 times x2 divided by x1 square ഉണ്ടാവും. So you can cancel this x1 squares. So that will be minus x2 divided by x1 square plus x2 square root. Okay, so you can replace this quantity, the first quantity dou theta v by dou x1 by this, that is minus x2 divided by x1 square plus x2 square times this dx1. Okay, plus similarly you can evaluate theta v with respect to x2. Okay, അപ്പോൾ ഇവിടെ നമുക്ക് with respect to x2 differentiate ചെയ്യാം. By differentiating this theta v x1 x2 with respect to x2, that will give theta v divided by dou x2. So that is nothing but the derivative of this with respect to x2. So the first quantity is exactly the same as this one, that is x1 square divided by x1 square plus x2 square. So the next will be the derivative of this. Okay, നമ്മൾ x1 നെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു, x2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ x2 ഡിഫറൻഷ്യൽ 1 ആണ്, അല്ലെങ്കിൽ x1 ഡിഫറൻഷ്യൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് x1 നമ്മൾ കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതി. Then derivative of x2, that is 1. So this will be this thing. So you can cancel this x1 with this 2, then that will be x1 divided by x1 square plus x2 square. So you can replace this quantity by x1 divided by x1 square plus x2 square times dx2. അപ്പോൾ നമുക്ക് ഡി തീറ്റ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, ദിസ് ക്വാണ്ടിറ്റി. ദിസ് ഇസ് നത്തിങ് ബട്ട് അവർ ഈറ്റ. ഓക്കെ, സോ നൗ ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി ആർ കൺസിഡറിങ് ഓൺലി ദോസ് എക്സ് വൈസ്. ആ എക്സ് വൈകൾക്ക് വിയിലുള്ള എക്സ് വൈകൾക്ക് മാത്രമാണ് നമ്മൾ തീറ്റ വി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി ഇസ് ഈക്വൽ ടു ഡി തീറ്റ വി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് പ്രൂവ്സ് ദാറ്റ് ഈറ്റ റെസ്ട്രിക്റ്റഡ് ടു വി ഇസ് എ എക്സാക്ട് ഡിഫറൻഷ്യൽ. ഈ ഒരു റിമാർക്കാണ് അടുത്ത നമ്മുടെ എക്സാമ്പിൾ 2-ന് ശേഷം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അടുത്ത തിയറത്തിലും നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ അതിൻ്റെ റിമാർക്കും നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ
നമ്മൾ തിയറം 3 ഡിസ്കസ് ചെയ്യും. തിയറം 3 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കോപ്പി ഓഫ് ദിസ് തിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജനറൽ വേയിൽ ഈറ്റാനെ പറ്റിയാണ് തിയറം 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ.